പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കുറഞ്ഞ ചേരുവയിൽ ഈ ചൂടത്ത് തണുപ്പിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിസേർട്ട് റെസിപ്പി ഒന്ന് കാണാം. ഈ ഒരു ഡിസേർട്ട് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബ്രെഡ് ആവശ്യമാണ്. അത് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കണം. ഒരു ഗ്ലാസ് കൊണ്ടോ അതുമല്ലെങ്കിൽ ഒരു ബൗൾ വെച്ചോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിപ്പം ഇവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഞാനിപ്പം ഇവിടെ എടുത്തേക്കുന്നത് മാംഗോ ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡർ ആട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡറും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനിയൊരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് പാക്കറ്റ് പാലാണ്. നിങ്ങൾ സാധാരണ പശുപാൽ എടുക്കുവാണെങ്കിൽ അതിലേക്ക് കുറച്ച് പാൽപ്പൊടി മിക്സ് ചെയ്ത് എടുക്കണം, എന്നാലേ കുറച്ച് കട്ടി ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് ആദ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു പോകും. ഇനിയും ഇതിലേക്ക് ഒരു ഫ്ലേവറിനും നല്ലൊരു കളറിനും വേണ്ടിയിട്ട് ലിക്വിഡ് ഫോമിലുള്ള സാഫ്രോൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ഡ്രോപ്സ് അളവിലാട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നിങ്ങൾ ഇതിലേക്ക് ഡയറക്റ്റ് സാഫ്രോൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പാലിൽ മിക്സാക്കി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കണ്ടൻസർ മിൽക്കാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ അളവിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. കണ്ടൻസർ മിൽക്കിന് പകരം നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. രണ്ടും കൂടെ ചേർത്ത് കൊടുക്കരുത്, ഏതെങ്കിലും ഒന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഒരു മിക്സ് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇത് തണുത്ത് വരുമ്പം കുറച്ചും കൂടെ ഒരു തിക്നെസ് വരും. ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ആ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒന്നുകിൽ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പിസ്ത പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ ചേരുവയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൊരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടോ ഇത്. പ്രത്യേകിച്ച് ആ ഒരു മാംഗോയുടെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ഒരു സമ്മർ സീസണിൽ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് കസ്റ്റേർഡ് ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്